ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമുക്ക് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs നമുക്കിന്ന് ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഇതിന് ഉത്തരം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയകൾ ക്ലിയർ ആണ്. അതല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. അതായത് നമുക്കൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. നോക്കണേ റോഡാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. വാട്ടർ വേപ്പറായി മാറുക, അത് ഫിസിക്കൽ ചേഞ്ച് ആണല്ലോ. മക്കൾക്കറിയാം, വാട്ടർ ലിക്വിഡ് ആണ്, അതിന്റെ ഗ്യാസ് ആണ് വാട്ടർ വേപ്പർ. വാട്ടർ തന്നെയാണ്, പക്ഷേ അവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് ടു വാട്ടർ, ഐസ് വാട്ടർ ആവുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സോളിഡ് ആയിട്ടുള്ള വാട്ടർ ലിക്വിഡ് ആയി മാറുന്നു, അതായത് വാട്ടർ തന്നെയാണ്, അതുകൊണ്ട് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, സാൾട്ട് വാട്ടറിൽ ഡിസൊല്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ സാൾട്ട് വാട്ടറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? കമ്പൈൻ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എന്താണ്? കോമൺ സാൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിൽ മിക്സ് ആക്കുന്നു, ഉപ്പ് വെള്ളം ഉണ്ടാക്കുന്നു. ആ വാട്ടറിലേക്ക് അത് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വാട്ടറിനെ ഇവാപ്പറേറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ, തിളപ്പിച്ച് ബോയിൽ ചെയ്ത് ഒഴിവാക്കിയാൽ, തീർച്ചയായിട്ടും ഞാൻ അവിടെ ഡിസോൾവ് ആക്കിയിട്ടുള്ള ആ കോമൺ സാൾട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? വാട്ടറുമായിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അതിന് ഫിസിക്കൽ ചേഞ്ചേ സംഭവിച്ചിട്ടുള്ളൂ, അതല്ലാതെ എന്ത് സംഭവിച്ചിട്ടില്ല? അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും അക്വ സ്റ്റേറ്റിലേക്ക് മാറി എന്നേ ഉള്ളൂ, അതിന് കെമിക്കൽ ചേഞ്ച് നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതും ഫിസിക്കൽ ചേഞ്ച് ആണ്. കമ്പഷൻ ഓഫ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അപ്പോൾ നിങ്ങൾ നോക്കണം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടൈൻ ആണ് അവിടുത്തെ ഗ്യാസ് ആയിട്ട് വരിക. C4H10. എന്താ മക്കളെ അതിൻ്റെ പേര്? ബ്യൂട്ടൈൻ ആണ്. അതിനെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? കമ്പഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യലാണ്. അവിടെ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. തീർച്ചയായിട്ടും ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം നമ്മുടെ റിയാക്റ്റൻസ് ആ റിയാക്റ്റൻ്റ് അല്ലാത്ത ഫോമിലേക്ക് മാറി, വേറെ കോമ്പൗണ്ടായി മാറി. അപ്പോൾ ഇത് കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നോക്കാം. ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ഏതിൻ്റെ എക്സാമ്പിൾ എന്നാണ് പറയുന്നത്? നോക്കണേ മക്കളെ. NH3 എന്ന് പറയുന്ന ഒരു അമോണിയ ഗ്യാസ് ഓക്സിജൻ ഗ്യാസുമായി കമ്പൈൻ ചെയ്തിട്ട് NOയും 6H2O ആയിട്ടുണ്ട്. മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഓക്സിജനും നൈട്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് NO ഉണ്ടായിട്ടുള്ളത്. നോക്കിക്കേ, ഓക്സിജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടായിട്ടുള്ളത്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അല്ലേ? നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഏത് ടൈപ്പാ മക്കളെ? നിങ്ങൾക്ക് അറിയാം, ഓക്സിജൻ നൈട്രജനിലേക്ക് വന്നു. ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയും എന്ത് സംഭവിച്ചെന്ന് പറയാം? ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു അല്ലേ? ഓക്സിജൻ്റെ അടുത്തേക്ക് ആര് വരുന്നു? ഹൈഡ്രജൻ വരുന്നു. അതുകൊണ്ട് റിഡക്ഷൻ നടന്നു എന്ന് പറയാം. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ, നൈട്രജന് ഓക്സിഡേഷൻ സംഭവിച്ചു. കാരണം എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ അതിലേക്ക് വന്നു. ഇനി നോക്കിക്കേ, ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ആര് വരുന്നു? നമ്മുടെ ഹൈഡ്രജൻ വരുന്നു. അതുകൊണ്ട് എന്തും നടന്നിട്ടുണ്ട്? റിഡക്ഷനും നടന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നോക്കിക്കേ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊരു റിഡോക്സ് റിയാക്ഷൻ കൂടിയാണ്. അപ്പം 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ ആയി വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ, റെഡി. ഇനി എന്താ അടുത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സോതെർമിക് പ്രോസസ്? താഴെയുള്ളിൽ ഏതാ എക്സോതെർമിക്? അപ്പോൾ എന്താ മക്കളെ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ? എക്സോ മീൻസ് എന്താണ്? എക്സിറ്റ് ഹീറ്റ് എന്ന് പഠിച്ചു വെക്കുക. എക്സിറ്റ് ഹീറ്റ്. ഇനി എന്താ എൻഡോ എന്ന് പറഞ്ഞാൽ? എൻറ്റർ ഹീറ്റ്. അതായത് ഹീറ്റിനെ പുറത്തേക്ക് തള്ളലാണ് എന്ത്? എക്സോതെർമിക്. ഹീറ്റ് അബ്സോർബ് ചെയ്തുള്ള റിയാക്ഷൻ ആണ് എൻഡോതെർമിക് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ഏതാണ് എക്സോതെർമിക് എന്നാണ് ചോദിച്ചത് അല്ലേ മക്കളെ? നോക്കണേ, റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് ക്യുക്ക് ലൈം എന്ന് പറയുമ്പോൾ വാട്ടറും ക്യുക്ക് ലൈമും തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ റിയാക്ഷൻ ഇവിടെ ഇങ്ങനെ വെറുതെ എഴുതാടാ. CaO പ്ലസ് H2O gives CaOH twice പ്ലസ് CaOH twice. ദെൻ നമുക്ക് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കാൽസ്യം CaOH twice പ്ലസ് ഹീറ്റ്. ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹീറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണടാ? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ കാണുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലേ? ഓക്കെ, ഇനി എന്താ? ഡൈല്യൂഷൻ ഓഫ് ആൻ ആസിഡ്. ഒരു ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എക്സോതെർമിക് ആണ്. ഓക്കെ, ആസിഡിലേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക് ആസിഡ് ഒഴിക്കുമ്പോൾ അവിടെ ഹീറ്റ് പുറത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് അതും എന്ത് തന്നെയാണ്? എക്സോതെർമിക് ആണ്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മക്കൾ നോക്കിക്കേ, ഹൈഡ്രജൻ ഓക്സിജനും ചേർന്നുള്ള വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറാണ്. ആ വാട്ടറിലേക്ക് ഹീറ്റ് ചെയ്താൽ അല്ലേ? വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോഴല്ലേ അത് സ്റ്റീമായിട്ട് മാറുക.
H2O ഗ്യാസ് ആയിട്ട് മാറുക. അപ്പോൾ ചൂട് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട്, ഹീറ്റ് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, അത് അബ്സോർബ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇത് എൻഡോതെർമിക് ആണ്, ഇത് എൻഡോതെർമിക് ആണ്. അപ്പോൾ ഇതെന്തല്ല, എക്സോതെർമിക്കിന് എക്സാമ്പിൾ അല്ല. സബ്ലിമേഷൻ ഓഫ് കാംഫർ. അവിടെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ കേൾക്ക്, നോക്കിക്കേ, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകലല്ലേ സബ്ലിമേഷൻ. സോളിഡിൽ നിന്നും ഗ്യാസിലേക്ക് പോകണമെങ്കിൽ ഹീറ്റ് എന്താ ചെയ്യുക? ഹീറ്റ് അബ്സോർബ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഐസ് വാട്ടർ ആവണമെങ്കിലും വാട്ടർ സ്റ്റീം ആവണമെങ്കിലും ഒക്കെ എന്താണ്, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു സോളിഡ് ഗ്യാസ് ആവണമെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ഇതും എന്തല്ല, എക്സോതെർമിക് അല്ല, എൻഡോതെർമിക് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? 1 and 2 ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഏതാണ് ആ ക്വസ്റ്റ്യൻ? നോക്കിക്കേ, വിച്ച് among the following is are double displacement reaction. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയം തന്നെ രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഇതാണ് എന്ത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നോക്കാം മക്കളെ. ഫസ്റ്റ് റിയാക്ഷൻ PB, അങ്ങനെ കണ്ടാൽ തന്നെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കണം ഇങ്ങനെ, XY പ്ലസ് XY പ്ലസ് വേണ്ട, നമുക്ക് എങ്ങനെ വെക്കാം? AB പ്ലസ് XY, ഈ ഒരു ഫോമിലുള്ളതാണെങ്കിൽ AB പ്ലസ് XY gives AX പ്ലസ് BY. ഇങ്ങനെയാണെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇത് ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. തീർച്ചയായിട്ടും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കണമെങ്കിൽ റിയാക്റ്റൻസിൽ നമുക്ക് കോമ്പൗണ്ട് നിർബന്ധം, അതായത് ഒറ്റ ആളുണ്ടായാലും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂല. ദാറ്റ് മീൻസ് PB എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. അപ്പോൾ ഒരു മെറ്റൽ മാത്രം നിന്നുകൊണ്ട് അവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂല. പക്ഷേ ഇതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. കണ്ടോ, PBയുടെ ഒറ്റക്കായിരുന്നു, ഇവിടേക്ക് ക്ലോറിൻ വന്നു. എന്താ ചെയ്തത്? PB ഡിസ്പ്ലേസ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. പക്ഷെ അത് സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഇനി Na2SO4 BaCl2, BaSO4 NaCl, കണ്ടാൽ തന്നെ അറിയാം ഇവിടെ സോഡിയത്തിൻ്റെ ഒപ്പം സൾഫേറ്റ് ഉണ്ട്, ഇവിടെ സോഡിയത്തിൻ്റെ ഒപ്പം ക്ലോറിൻ ആണ്. അപ്പോൾ ക്ലോറിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ബേരിയത്തിനൊപ്പം ഇവിടെ ക്ലോറിൻ ആണ്, പക്ഷെ ബേരിയത്തിനൊപ്പം സൾഫേറ്റ് ആണ്. ദാറ്റ് മീൻസ് സൾഫേറ്റ് ബേരിയത്തിലേക്കും ക്ലോറിൻ സോഡിയത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റിന് എക്സാമ്പിൾ ആണ്. തീർച്ചയായിട്ടും ഇതെന്തല്ല, ഡബിൾ ഡിസ്പ്ലേസ്മെന്റും അല്ല, ഡിസ്പ്ലേസ്മെന്റേ അല്ല. ഇത് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ്. അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി അടുത്ത് നോക്കിയേ, CH4 ഓക്സിജന്, CO2 H2O. ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണോ? അല്ലേ? നോ. ഇത് എന്താ, നമുക്ക് എന്ത് പറയാൻ പറ്റൂല? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പറയാൻ പറ്റൂല. ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറി? കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറി? വാട്ടർ. ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ആരെയും ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാണ് ചെയ്തത്. റെഡി? ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് മാത്രമാണ്? നമ്പർ 2 ഓൺലി, രണ്ടാമത്തത് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആൻസർ ചെയ്യാം? B ആണ് ഇവിടുത്തെ ആൻസർ ആയി വരിക. സെറ്റ് ആണല്ലോ മക്കളെ? കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? റെഡി? അടുത്തത് നോക്കാം നമുക്ക്. എന്താണ്? ബേരിയം ക്ലോറൈഡ് എന്തുമായിട്ട് ട്രീറ്റ് ചെയ്തു? അമോണിയം സൾഫേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി? ബേരിയം സൾഫേറ്റ് ഉണ്ടായി, അമോണിയം ക്ലോറൈഡ് ഉണ്ടായി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്ഡ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ? പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണോ? കോമ്പിനേഷൻ റിയാക്ഷൻ ആണോ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണോ? എന്നൊക്കെയാണ്. ആ ഇക്വേഷൻ ഒന്ന് സാർ എഴുതി നോക്കാം. നോക്കണേ, ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ NH4 twice SO4 ആണ് അമോണിയം സൾഫേറ്റ്. എന്താ ഉണ്ടാവുന്നത്? BaSO4 ബേരിയം സൾഫേറ്റ് പ്ലസ് അമോണിയം ക്ലോറൈഡ് NH4Cl. ഇത് ബാലൻസ്ഡ് അല്ല, ബാലൻസ്ഡ് ആക്കാം നമുക്ക് പിന്നെ. ഓക്കെ, എനിവേ ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയുള്ള ബേരിയം സൾഫേറ്റ് എന്താണ്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അതായത് ബേരിയം സൾഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് ഇതെന്താണ്? ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, പോരാ. നോക്കിക്കേ, ഇവിടെയുള്ള സൾഫേറ്റ് ബേരിയത്തിൻ്റെ അടുത്തേക്കും ഇവിടെയുള്ള ക്ലോറൈഡ് അമോണിയൻ്റെ അടുത്തേക്കും പോയെങ്കിൽ, അമോണിയം അയോണിൻ്റെ അടുത്തേക്കും പോയെങ്കിൽ അത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കൂടിയാണ്. അപ്പോൾ 2 and 4 ആണ് ഇവിടെ ആൻസർ ആയി വരിക. നോക്കണേ, അപ്പോൾ ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. റെഡിയാണോ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ റെഡി അല്ലേ? സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നോക്കണേ, എന്താണ് ആ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കോമ്പിനേഷൻ റിയാക്ഷൻസ്? ഏതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ? എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ആയിരിക്കും? ഒരു A+B ഗീവ്സ് AB എന്ന് പറഞ്ഞ ടൈപ്പ് ആയിരിക്കും. അതായത് റിയാക്റ്റൻസിലുള്ള ആൾ കൂടിയിട്ട് അവർ കമ്പൈൻ ചെയ്തിട്ട് വേറൊന്നുണ്ടായി മാറുക. നോക്കണേ, ഇതൊരിക്കലും കോമ്പിനേഷൻ അല്ല. ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ. റിയാക്റ്റൻസ് മിനിമം 2 എണ്ണെങ്കിലും വേണം കോമ്പിനേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, ഇതെന്തല്ല? കോമ്പിനേഷൻ റിയാക്ഷൻ അല്ല. ഇനി MgO+H2O gives MgOH twice. ഓക്കെ, നമുക്ക് അതിന് എന്താക്കി മാറ്റാം? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. തീർച്ചയായിട്ടും നോക്കിക്കേ, ഇവിടെ 2 റിയാക്റ്റൻ്റ് ഉണ്ട്, അവർ കൂടിച്ചേർന്ന് ഒന്നായി മാറി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തിന് എക്സാമ്പിൾ ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ, Al+O2 gives Al2O3. യെസ്, തീർച്ചയായിട്ടും വീണ്ടും ഇതും കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അതിന്റെ കാരണം എന്താണ്? 2 ആളുകൾ കൂടി ചേർന്ന് മറ്റൊരാളായി മാറുന്നു. ഇനി നോക്കണേ, Zn-ഉം FeSO4ഉം കമ്പൈൻ ചെയ്തിട്ട് ZnSO4ഉം Fe ആയി മാറി. നോ, ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇത് ഏതിനാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും. ഇതേതാണടാ? ഡീകമ്പോസിഷൻ റിയാക്ഷനും ആണ്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ ഏതൊക്കെയാണ്? 2 and 3 ആണ് ആൻസർ. എവിടെ 2 and 3? എവിടെ പോയി? ഓപ്ഷൻ ഡി, 2 and 3 ആണ് ആൻസർ. മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് റിയാക്ഷൻ ബേസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എസ്പെഷ്യലി ബാലൻസ് ചെയ്യാനും മറ്റൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ റിയാക്ഷൻ എത്ര ടൈപ്പാണെന്നും ആ റിയാക്ഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടാൽ തിരിച്ചറിയലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോരാ, ഓരോ റിയാക്ഷനിലുള്ള മൈന്യൂട്ട് പോയിന്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, ഇതെല്ലാം നമുക്ക് സൈലത്തിലൂടെ വളരെ ഉഷാറായി തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെയും ആപ്പ് ലൈവിലൂടെ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നിർബന്ധമായിട്ടും ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യം, ആ ചാപ്റ്ററിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ചാപ്റ്റർ ഒരു വട്ടം വായിച്ചിട്ട് ഞാൻ പഠിച്ചോ എന്നിങ്ങനെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചെന്ന് വിശ്വസിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ കിട്ടാതാകുമ്പോൾ നമ്മൾ പറയാം ഞാൻ പഠിച്ചിരുന്നു എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ബ്ലണ്ടറാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഏത് സംഗതിയും പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത്യാവശ്യമൊക്കെ തലയിൽ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ ഏരിയ മാത്രം വായിച്ച് പഠിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ബെസ്റ്റ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും നല്ല ഉഷാറായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നന്നായിട്ട് പഠിക്കുക. നല്ല ഉഷാറായി തന്നെ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ തരുന്ന ഓരോ ലൈവുകളും ഓരോ കണ്ടന്റുകളും കണ്ടും കേട്ടും പഠിച്ചും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള റിസൾട്ടിലേക്ക് നിങ്ങളെത്തും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും ഉഷാറായി കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് സൈനിങ് ഓഫ്.